ജയിക്കുന്നുണ്ട്, ഞങ്ങളുടെ പ്രിൻസിപ്പളുണ്ട്, വൈസ് പ്രിൻസിപ്പളുണ്ട്, ടീച്ചേഴ്സുണ്ട്, മീഡിയ പേഴ്സൺസ് ഉണ്ട്. നിങ്ങളെല്ലാവരും ജൂൺ 14 നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങൾ ക്ലാസ്സിലും കാര്യങ്ങളൊക്കെ പോയി ജോലിക്ക് പോയി. ജൂൺ 14 റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പുസ്തകവും സാധാരണ പഠിക്കാനുള്ള പുസ്തകമാണ് നൽകുന്നത്. ഇത് പക്ഷേ ചെറിയൊരു കഥാപുസ്തകം കൂടെ, ഗിറിൻ്റെ ഒരു കഥാപുസ്തകത്തിൻ്റെ പ്രകാശനം കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് ഗിർ എന്ന സിനിമയുടെ ഒരു ചെറിയൊരു ആനിമേറ്റഡ് ഒരു കോമിക് പുസ്തകമുണ്ട്. ഇത് വായിച്ചു എന്ത് തൽക്കാലം ക്ലാസ് കയറിയിട്ട് ബുക്കൊന്നും പഠിക്കാൻ എനിക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞ പക്ഷെ നന്നായിട്ട് പഠിക്കാം. കാരണം വിജയം എന്ന് പറയുന്നത് പരാജയത്തിൻ്റെ ഒരു ഭാഗത്തേക്കാണ്. നമ്മളെപ്പോഴാണ് പരാജയപ്പെടുന്നത് ചിന്തിക്കും. ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ ഒരു പരാജയമായിട്ട് മാറുന്നില്ല. ആ വീഴ്ച ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോഴാണ് അതൊരു പരാജയമായിട്ട് മാറുന്നത്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുക. ആ ശ്രമങ്ങൾ നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കും. എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരിക്കലും ഒരു 10th അല്ലെങ്കിൽ +2 വിജയം എന്ന് പറയുന്നത് ജീവിതത്തിലെ വിജയമായിട്ട് മാറുന്നില്ല. പക്ഷേ ഈ 100% വിജയം നിങ്ങളുടെ ജീവിതത്തിൽ 110% വിജയമായിട്ട് മാറുവാനായിട്ട് നിങ്ങൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും, ഒരു ബേസ്, ഒരു പ്ലാറ്റ്ഫോം നൽകുന്ന ഒരു സമയമാണ് പഠന സമയം അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. 100% വിജയം നിങ്ങളുടെ ജീവിതത്തിൽ 110% വിജയമായിട്ട് മാറുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ വേദിയിൽ പറയാനായിട്ട് അവസരം തന്നെ നിങ്ങളോടെല്ലാവർക്കും, പ്രത്യേകിച്ച് സെൻറ്റ് ജോസഫ് സ്കൂളിലെ ഭാരവാഹികളോടും മാതൃഭൂമി മീഡിയയോടും എല്ലാവരോടും, സിന്ധു മാഡമിലൂടെയുണ്ട്, മീഡിയ പേഴ്സൺസിനോട് നിങ്ങളോടെല്ലാവരുടെ നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഗിഫ്റ്റ് എൻ്റെ വക, ചെറിയൊരു കുഞ്ഞു സമ്മാനങ്ങൾ ഇവിടുത്തെ സുന്ദരി കുട്ടികൾക്ക് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നുമല്ല,